السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. വിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്ന സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു വ തആല തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರು ಜೀವನ ಚರಿತ್ರೆ ವಿಶದೀಕರಿಸಿದಾಯೋ ಈ ಕ್ಲಾಸ್ರೆ 74ാമത്തെ ക്ലാസ്സിൽ തിക്ർ ഞങ്ങൾ കൂടെ ഒട്ടിಗೆ ಇರೋ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ ഹിജ്റ 7ാമത്തെ ವರ್ಷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಬೇರೆ ಬೇರೆ ರಾಯತ್ತಂಕ ಬೇರೆ ಬೇರೆ ರಾಯತ್ತ ರಾಜಾಕಂಮಾರ್ಗೆ ഇസ്ലാമിന്റെ സന്ദേശ എത്തുപാട്ടതായി ലെറ്റർ കടത്തിട്ട് രാജാക്കന്മാർക്ക് ഇസ്ലാമിന്റെ വിഷയ അരിപ്പാട്ടി കൊടുത്തതും അങ്ങോട്ടേക്ക് ഇസ്ലാം സ്വീകരിക്കുക ചൊന്നതായി കുറേ വിഷയം നാം മനസ്സിലാക്കിയ. അതിൽ കുറേ രാജാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചാറ്, കൊറിയങ്ങ ധിക്കാര കാട്ടിയാറ്, അഹങ്കാര കാട്ടിയാറ്. കൊറിയങ്ങൾക്ക് ഇസ്ലാം നേരിട്ട് മനസ്സിലായിട്ടും അത് അങ്ങനെ അധികാരത്തെ വിചാരിച്ചിട്ട് അങ്ങനെ ആ രാജത്വ ഇത് നഷ്ടപ്പെട്ട അധികാരം നഷ്ടപ്പെട്ട വിചാരിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കാണ്ട് പോയതും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയതായി ഒന്നായിട്ടിക്ക്. അതേപോലെ ഹിജ്റ 7ാമത്തെ വർഷത്തിൽ നടന്നതായി പിന്നൊരു വലിയൊരു സംഭവം എന്ದರೆ ഖൈബർ യുദ്ധ ഇട്ടിക്ക്. ഖൈബർ യുദ്ധ ഹിജ്റ 7ാമത്തെ വർഷത്തിലേത്തിക്ക് നടക്കരെ. ഖൈബർ ചൊല്ല ജാഗ ഷാമറു ഭാഗത്തിലുള്ള മദീനത്തിൽ നിന്ന് 173 കിലോമീറ്റർ ദൂരമുള്ള ഒരു ജാഗയിട്ടിക്ക് ഖൈബർ ചൊല്ല ജാഗ. മദീനത്തിൽ 3 പ്രധാനപ്പെട്ട ഗോത്രത്തങ്ങ യഹൂദി ഗോത്രത്തങ്ങ: ബനു ഖൈനുഖ, ബനു ഖുറൈദ, ബനു നദീർ അല്ലെ. അപ്പൊ അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്റ്റ് ബനു ഖൈനുഖറങ്ങളേറ്റിക്കറ് മദീനത്തെ പറത്തിട്ട്ರಿ. രണ്ടാമത്തത് ബനു നദീർ ഗോത്രത്തങ്ങളേറ്റിക്കറ് മദീനത്തെ പറത്തിട്ട്ರಿ. പിന്നെ ബനു ഖുറൈദറങ്ങളെ ആണിങ്ങളെ അങ്ക് വധശിക്ഷ ഇട്ടിക്കറ് കൊടുത്തറ്. ഇസ്ലാം അങ്ങനെ അങ്ങാക്കി വഞ്ചനക്ക് അങ്ങനെ അവിടെ വെച്ചിട്ട് കൊന്നതേറ്റിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണേ. അതെല്ലാം ഞങ്ങൾ വിശദീകരിച്ചിട്ടായതേറ്റിക്ക്. അപ്പൊ ഈ യഹൂദിമാർ പോയിട്ട് മദീനത്തെ പുറത്തു പോയിട്ട് സ്റ്റേ ആയ ജാഗയിട്ടിക്കറ് അവിടെ ഖൈബർ ചൊല്ല് ജാഗയിലിട്ടിക്കറ് അങ്ങ് അവിടെ പോയിട്ട് കോട്ടെല്ലാം കെട്ടിട്ട് അവിടെ പിന്നെ അങ്ങ് അവിടെ സ്റ്റേ ആവും. അപ്പൊ അങ്ങ് ഖൈബർക്ക് പോയിട്ട് മുണ്ട് തെച്ചിട്ടില്ല. യഹൂദിമാർ അങ്ങെന്താക്കി വന്നാറ്, ഇസ്ലാമറെ ഉപദ്രാക്കി വന്നാറ്, മുസ്ലിമീങ്ങളെ ഉപദ്രാക്കി വന്നാറ്. ആയത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിറങ്ങളും നാശാക്കുക വേണ്ടിയിട്ട് എല്ലാ പ്ലാനും അങ്ങാക്കി വന്നാറ്. അതിൽ ഒരു ഭാഗമായിട്ട് ഖന്തക് യുദ്ധ അല്ലെ എന്നാ മനസ്സിലാക്കിയോ. ബനു നദീർ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള ഹുയൈ ഇബ്നു അഖ്തബ് അയാളെ ഇട്ടിക്കറ് ഖന്തക് യുദ്ധത്തിക്ക് തീ കൊടുക്കുക. കാരണം ഖന്തക് യുദ്ധ നടക്കുക അയാളെ ഇട്ടിക്കറ് എതിർ ബന്ധര് മക്ക മുശ്രിക്കുകൾ മുട്ട പോയിട്ട് അവിടെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ബൽക്കറിഞ്ഞിട്ട്, പിന്നെ ഗത്ഫാൻ ഗോത്രത്തങ്ങളോട് പോയിട്ട് അങ്ങോട്ടേക്ക് ബൽക്കറിഞ്ഞിട്ട്, അങ്ങനെ എല്ലാ ഗോത്രത്തങ്ങളും വിളിച്ചു കൂട്ടിയിട്ട് ഖന്തക് യുദ്ധ നടക്കുക കാരണയാറ് ഈ ബനു നദീർ ഗോത്രത്തെ ഹുയൈ ഇബ്നു അഖ്തബ് ഏറ്റിക്കറ്. മാത്രമല്ല ബനു ഖുറൈളറങ്ങ മദീനത്തിൽ മുസ്ലിമുകളൊട്ടിಗೆ കരാറിലിക്കുമ്പൊത്തിಗೆ അങ്ങനൊട്ടിಗೆ പോയിട്ട് ഈ ഹുയൈ ഇബ്നു അഖ്തബ് എന്താക്കിയ ഞങ്ങളൊട്ടിಗೆ ಸೇರರು ನಿಂಗೆ ಲಾಭ ಉಂಡು ಚೊಂತಲ್ಲ ಚೊಂತು ಆ ಎತ್ತರ ಇಪರ ಬಿಲ್ಚಿಟ್ಟು അങ്ങനെ പിന്നെ ഇട്ടിക്കറ് ബനു ഖുറൈളറങ്ങ എന്താക്കರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗುள்ள കരാറെ ലംഘിക്കരെ. അതിലില്ലാട്ട് പിന്നെ ഇതാവും അതെല്ലാം പിന്നെ ഞങ്ങൾ ചരിത്രത്തിൽ വിശദീകരിച്ചത് ഇട്ടിക്കറ്. അപ്പൊ എല്ലാത്തണ്ട് ബെല്ലെ കാരണം ഈ ഹുയൈ ഇബ്നു അഖ്തബ് ഇട്ടിക്കറ്. അപ്പൊ ഈ ഹുയൈ ഇബ്നു അഖ്തബ് ഗോത്രമുള്ള ഖൈബറിൽ അങ്ങ് ആയത്ര ഉപദ്രാക്കി വന്നാറ. മാത്ര അങ്ങനൊട്ടിಗೆ അങ്ക് തിരിച്ചടിക്കുക ഒരു ടൈം കിട്ടിയോ ഇല്ല ಅಂತ മുസ്ലിമീങ്ങൾക്ക് അങ്ക് തിരിച്ചടിക്കുക ഒരു ടൈം കിട്ടിയോ ഇല്ല ಅಂತ. കാരണം ഇവിടെ മുശ്രിക്കറങ്ങ എപ്പോ നോക്കിയെങ്കും ഇപ്പുറത്ത് മുശ്രിക്കറങ്ങ എന്താക്കി വന്നാറ് ഉപദ്രാക്കി വന്നാറ്. അപ്പൊ അങ്ങോട്ടേക്ക് യുദ്ധ ആക്കിടത്തിലെ ടൈം പോയോണ്ടിരുന്നു. അപ്പോൾ ഹുദൈബിയ കരാറായിൽ പിന്നെ എന്തായിട്ട് മുശ്രിക്കീങ്ങളെ ഒരു ജാഗയിൽ നിപ്പാട്ടിയാർ. മുശ്രിക്കീങ്ങളൊട്ടിക്ക് ഏനെന്തില്ല 10 വർഷം യുദ്ധില്ല. അങ്ങനെ ഇട്ടിക്കറ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ ഖൈബർക്ക് തിരിയോ. കാരണം ഖൈബറിൽ ബനു നദീർ ഗോത്രത്തങ്ങ, ബനു ഖുറൈദ ഗോത്രത്തങ്ങ, ബനു ഖൈനുഖ ഗോത്രത്തങ്ങ.
അപ്പൊ അങ്കൊരു തിരിച്ചടി അടിക്കുകയും അതേപോലെ അങ്കൊരു പാട്ട് പഠിപ്പാട്ടും വേണ്ടിട്ടേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ കരാറിൽ പിന്നെ ഹിജ്റ 7ാമത്തെ വർഷത്തില് എന്താക്കരെ അവിടേക്ക് പറത്തവിടെ. അപ്പൊ ഈ ഹുയൈ ഇബ്നു അഖ്തബ് ബനു നദീർ ഗോത്രത്തിലെ അയാളെ കൊല്ലപ്പെട്ടു. ബനു ഖുറൈള അങ്ങനെ വധശിക്ഷക്ക് ഇതാക്കുമ്പോഴത്തേക്കും ഹുയൈ ഇബ്നു അഖ്തബറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി അവിടെ വെച്ചിട്ട് കൊന്നു. ആ ഹുയൈ ഇബ്നു അഖ്തബർ മോലയിട്ടിക്കാറ് സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞയായിട്ട് ബണ്ടോ സഫിയ റളിയല്ലാഹു അൻഹ ഹുയൈ ഇബ്നു അഖ്തബറെ മോലയിട്ടിക്കർ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹരെ മങ്ങിലാവുന്നു. ഈ ഖൈബർ യുദ്ധയിൽ പിന്നെ മങ്ങിലാവുന്നു നമുക്ക് ചരിത്രത്തിൽ ബണ്ടതായ ഒരു കാര്യമായിട്ട്. അപ്പൊ ഏതായെങ്കിലും ഖൈബർക്ക് സഹാബിരംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരംഗം പറത്തായ മാത്രമാ പറത്താവുമ്പത്തുകു ಕಂಡೀಷನ್ ಇಂತು ಬೈಅತ್ತುರ್ ರಿದ್ವಾನ್ಲಿ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಕಿ ಸಹಾಬಿರಂಗ ಮಾತ್ರ ಬರ್ನು ಬೇರೆ ಯಾರು ಬರೋಗಿಲ್ಲ ಚೊಂತುಲ್ಲೆ ಕಂಡೀಷನ್ ಲೈಟಿಕ್ಕರು ನಬೀಂ ಸಹಾಬಿರಂಗ ಮದೀನತ್ತೆ ಖೈಬರ್ಗೆ ಬರ್ತಾವಡಿ. ಕಾರಣ ಬೈಅತ್ತುರ್ ರಿದ್ವಾನ್ಲಿ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಕಿ ಕುಲ್ಲೆ ವಿಜಯ ಇಟ್ಟಿಕ್ಕರು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ವಾಗ್ದಾನ ಹಾಕಿ ಕೊಡ್ತಾರೆ. ಖೈಬರ್ ಅಲ್ಲಾಹು ಅಂಕ್ ಮಾತ್ರ ಇಟ್ಟಕ್ಕರು ವಾಗ್ದಾನ ಹಾಕಿರ ಅಪ್ಪ അങ്ങനെ ಹೆಸರು അങ്ങല്ലാത്തെ പർത്തരങ്ങ ആറും പറത്തിര. ആ സന്ദർഭത്തിൽ മുനാഫിക്രിങ്ങ വന്നാറ് നബിരൊട്ടിಗೆ ಬಂತು ಸಹಾಬಿರೊಟ್ಟಿಗೆ ಬಂದು ನಂಗಂ ಬಂಡ ನಂಗಂ ನಿಂಗಳೊಟ್ಟಿಗೆ ಕೂಡ್ರ ಎಂದಿಗೆ ಅಂಕಂದಾಜ್ ಐತಿಂತು ಖೈಬರ್ಲಿ ಮುಸ್ಲಿಮಿಂಗ ವಿನ್ನೌಡಾರು അവിടെ ചൊമ്മ ഗനീമത്ത് സ്വത്ത് കിട്ടുകൊണ്ടു ചൊന്തു മദീനത്തെ മുനാഫിക്കുമാർക്ക് പിടിയൈತಿಂತು. അപ്പൊ ಅದಗೈತು മുനാഫിക്കുമാർ ಬಂತದ ನಂಗಂ ನಿಂಗಳೊಟ್ಟಿಗೆ ಬಂಡ ನಂಗಂ ನಿಂಗಳೆ ಹೆಲ್ಪ್ ಹಾಕ್ರ ಅಂತೆಲ್ಲ ಕೊರಿಯ അങ്ങ ചൊന്നു നോക്കിനാർ. അതേറ്റിക്ക് സൂറത്തുൽ ഫത്ഹിലെ 12ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറി ಅಂದ್ರೆ സയഖൂലുൽ മുഖല്ലഫൂന ഇദൻ തലഖ്തും ഇലാ മഗാനിബ ലിതഅഖുദൂഹാ ദറൂനാ നത്തബിഉകും. ഈ മുനാഫിക്കുമാർ ಬಂತು നബിരൊട്ടിಗೆ സഹാബികളോട് ചൊല്ലുറി ಅಂದ್ರೆ നിങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് കിട്ടോ പോണ്ടല്ലേ, അപ്പൊ അതാഗ്രഹിച്ചിട്ടല്ലേ നിങ്ങൾ പോണ്ടേ, അപ്പൊ നങ്ങും ബണ്ട നിങ്ങളൊട്ടിಗೆ കൂട്ര ചൊന്തങ്ങണ്ടാക്കിന്നാറ് ചൊന്നുന്നാറ്. അത് സൂറത്തുൽ ഫത്ഹിലെ 15ാമത്തെ ആയത്ത്. ಇದಕ್ಕೂ ಮುನ್ನೋಳು ಸೂರത്തുൽ ഫത്ഹിലെ 12ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെ ഒരു സ്വഭാവം വിശദീകരിക്കണം മുനാഫിക്കുമാരുടെ സ്വഭാവം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഉംറക്ക് പോയാറല്ലേ, മക്കത്തുക്ക് ഉംറക്ക് വേണ്ടി പോയപ്പല്ലേ ഹുദൈബിയത്തിൽ പിടിച്ചു വെച്ച്. അപ്പൊ ഈ ഉംറക്ക് പോണ്ട സന്ദർഭത്തിൽ ഈ മുനാഫിക്കറങ്ങാറും നബിരൊട്ടിಗೆ പോയിട്ടില്ല. എന്ത് അങ്ങപ്പ ചൊന്ന് പൽക്കെന്തരെ അങ്ങെല്ലാരോട് മറിച്ചു പണ്ടാറ്, അങ്ങെല്ലാരും മുശ്രിക്കറങ്ങ എന്താടാറ് കൊല്ലുറാറ്. അങ്ങ് റിട്ടേൺ മദീനത്തേക്ക് ബണ്ടില്ല ചൊന്ത് മുനാഫിക്കുമാർ ചൊന്നാറ്. അതേ ഡിഗ്രി 12ാമത്തെ ആയത്തിൽ ചൊല്ല അങ്ങ് ചൊന്ന പൽക്ക അല്ലൻ യൻഖലിബർ റസൂൽ വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ. അങ്ങ് റസൂൽ ആവട്ടെ മുഅ്മിനീൻ ആവട്ടെ ഇനി ഒർക്കും മദീനത്തേക്ക് അങ്ങ് റിട്ടേൺ ബറാത്ത പോലെ അങ്ങവിടെ മുസ്ലിക്കരങ്ങ കൊല്ലിടാറ്. അങ്ങനെ ചൊന്ന ഇന്നങ്ങ ഇപ്പൊ ഖൈബർക്ക് ഭർത്താവുത്തുകു നങ്ങം ബണ്ട നങ്ങം ഒട്ടികുള്ള. അപ്പൊ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് എന്താക്കി ഇന്നാറ് മുനാഫിക്കുമാർ കഴിച്ചു ഇന്നാറ്. അപ്പൊ അത് കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ക് ജവാബ് കൊടുക്കുകയായിട്ട് അല്ലാഹു ചൊല്ലുറേ കുൽ നബിയെ ചൊല്ലോ ലൻ തത്തബിഊന കദാലികും ഖാല അല്ലാഹു മിൻ ഖബൽ. അല്ലാഹു ഫസ്റ്റിಗೆ ചൊന്നറ നിങ്ങൾ ഞങ്ങളെ ഫോളോ ആക്കണ്ട, നിങ്ങൾ ഞങ്ങളെ പേരുകൾ പറണ്ട. അപ്പൊ ഇത് ചൊല്ലുമ്പോഴത്തേക്കും മുഅ്മിനീൻ ഇത് ചൊന്ന പങ്ക ചൊന്ന എന്തേ ഫസയഖൂലുന ബൽ തഹ്സുദൂനന, നിങ്ങൾക്ക് ഞങ്ങളെ മേൽ നഞ്ചുള്ള സബുലല്ലേ, നിങ്ങൾ ഞങ്ങളെ ഇതാക്കില്ലേ, ഞങ്ങളെ കൂട്ടില്ലേ, ഞങ്ങളൊട്ട് യന്ത്രം അവർ നഞ്ചുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പൊ അല്ലാഹു ചൊല്ല ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അങ്ങ ബുദ്ധി കൊടുത്ത് ആൽച്ചനാക്കില്ല, അങ്ങ് മനസ്സിലാക്കില്ല, തെല്ലല്ല ಅಂತ അങ്ങ് മനസ്സിലാക്ക അങ്ങനെ വിട്ടുപിടറുണ്ടേ തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഈ ആയത്തിൽ ചൊല്ലുന്നു. അപ്പൊ ഏതായെങ്കിലും ഇവിടെ സഹാബിരങ്ങ മദീനത്തെ ഖൈബർക്ക് ഭർത്താവുമ്പോ ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സഹാബിരങ്ങ മാത്രമേ അതില് ബർണു ചൊല്ല കണ്ടീഷനിലായിട്ട് പിന്നെ അങ്ങ് അവിടെ പർത്തയിട്ട് പോണ്ടേ. അങ്ങനെ മുസ്ലിമീങ്ങ ഖൈബർക്ക് പർത്തയിട്ട് പോയിട്ട് സ്വഹ്ബാ ചൊല്ലിന്റെ ജാഗ എത്തിയപ്പ അവിടെ അസർ നിസ്കരിച്ചാർ. അങ്ങനെ അസർ നിസ്കരിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സവീഖ് ചൊല്ലുற ഫുഡ് കൊമ്പറോ ചൊന്തു സാബിറോട്ടി. അങ്ങനെ സവീഖ് ചൊല്ലുற ഫുഡ് അങ്ങ് തിണ്ടാറ്. സവീഖ് അത് ഗോതിയിലാക്കിയ ഒരു ഫുഡ്, ഒരു ടൈപ്പ് ഫുഡ് ആയിത്തിക്കറ്. അങ്ങനെ ആ ഫുഡെല്ലാം തിന്നിട്ട് പിന്നെ മഗ്രിബ് നിസ്കരിച്ചാർ. സഹാബിറങ്ങൾ ഒരു സ്വഭാവ നബിയുടെ കാലത്തില് ഫുഡ് തിന്നുന്ന ടൈം കാലി ജന്റെ സന്ദർഭം. ഒന്ന് ലൊഹർക്ക് മുന്നലത്തെ ടൈം, പിന്നൊന്ന് മഗ്രിബിന് മുന്നലത്തെ ടൈം.
ഇങ്ങനെ ഇത്തിക്കറ് സഹാബിರಂಗ ಫುಡ್ തിന്നുന്ന ടൈം ജന്റെ ടൈം ഇത്തിക്കറಂಗ ഫുഡ് തിന്നോകു പ്രത്യേകമായിട്ട് യൂസ് ആക്കി വരുന്നത്. ഞങ്ങളുടെ ഇപ്പൊ 3 ടൈം എത്തിക്കറ അല്ലേ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒന്ന് ലഞ്ച്, പിന്നെ ഒന്ന് ഡിന്നർ. 4 ഇട ചായ. അപ്പൊ സഹാബിರಂಗಾൽ ജന്റെ ടൈം എത്തിക്കറ യൂസ് ആക്കി. ഒന്ന് ലുഹർക്ക് മുന്നോളു ദുഹ ടൈമിലും, പിന്നെ ഒന്ന് മഗ്രിബുക്ക് മുന്നോളു. അത് കേട്ടിക്കറ് ചില ഹദീസിൽ കാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഫുഡ് നിങ്ങൾ എതിർല് വെച്ചിട്ടിരിക്കുമ്പോ ഇഖാമത്തുക്ക് ബാങ്കായിട്ടായെങ്കിൽ നിങ്ങൾ ഫുഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് ജമാഅത്തുക്ക് പോകും. അപ്പൊ ചില സഹാബിരങ്ങൾ അങ്ങനെ ആയിട്ടില്ല. അപ്പൊ അത് കേട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രത്യേകമായിട്ട് ചൊല്ലുകൊള്ളേ കാരണം. അപ്പൊ ഏതായെങ്കിലും അങ്ങ ഫുഡ് തിണ്ടാൽ പിന്നെ മഗ്രിബ് നിസ്കരിച്ചാർ. അവിടെ സഹബാ ചൊല്ല ജാഗില് മഗ്രിബ് നിസ്കരിച്ചാറ്. അങ്ങനെ മഗ്രിബ് നിസ്കാരത്തിക്ക് നബി എന്താക്കിയിട്ടില്ല. അവിടെ സഹാബിരങ്ങൾ ചൊല്ല ഹദീസിൽ കാണ്ട് പ്രത്യേകമായിട്ടൊരു വുദു എക്സ്ട്രാ ആക്കിയിട്ടില്ല. അസറിന്റെ വുദു ആയിട്ടിക്കറ് പിന്നെ മഗ്രിബിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയായിട്ട് യൂസ് ആക്കിയത്. കാലി ബായ് മുക്കിൽച്ച മാത്രം. ബായ് മുക്കിൽച്ചിത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നിസ്കരിച്ചിട്ട് അതിരൊಟ್ಟಿಗೆ ഇശാവും നിസ്കരിച്ചിട്ട്. അങ്ങനെ ഇശാ നിസ്കരിച്ചിട്ട് പിന്നെ ഔഡർ അങ്ങ് ഭർത്തായാറ് സഹബാച്ചുള്ള റായത്തെ ഔഡർ ഭർത്തായിട്ട് ഖൈബർ ബോർഡർ തോലും പോയിട്ട് എത്തിയാറ്. ഖൈബർക്ക് എൻട്ര അവിടേക്ക് മുന്നുള്ള അവിടെ ബോർഡർ ആ ബോർഡറിൽ അങ്ങ് അവിടെ ഉണ്ടാക്കിയാറ്. അങ്ങനെ യാത്ര നിപ്പാട്ടിട്ട് അവിടെ ടെന്റ് ഇട്ട് തെച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഭാവം ഇത്തിന്തಂದ್ರೆ അങ്ങ ഒരു റായത്തിക്ക് ഒരു യുദ്ധಕ್ಕೆ പോകേണ്ട റായത്തിക്ക് ജാവുക എത്തിയിട്ടായെങ്കിൽ അപ്പമേ അങ്ങ് ഉണ്ടാക്കില്ല, ആ റായത്തിക്ക് മുന്നിട്ട് ആക്രമിക്കില്ല. സുബയ്യാർ തോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു ഫജർ നിസ്കരിച്ചാൽ പിന്നെ എത്തിക്കറ് ആ റായത്തിക്ക് എൻട്ര ആവും. അപ്പൊ അതേപോലെ ജാവുക എത്തിയ സബലു അങ്ങ് അവിടെ ടെന്റ് ഇട്ട് തെച്ചാറ്. അണ്ട് ജാവുകു എന്തായിട്ട് ചൊന്നെങ്കിൽ ഖൈബർ എൻട്രോടേക്ക് മുന്നോലെ അണ്ട് ജാവുക അവിടെ സഹാബിರಂಗ ಸ್ಪೆಷಲಿ ഒരു തീയല്ല കത്തുവാട്ടിയാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിರಂಗൽ മുട്ട ಬಂತು ಕೇಳ್ತೆ ಎಂದ ಇದು തീ ಮಹಾಗಿ ನೀರಾನ್ ಎಂದು ಉಡಲ್ಲ തീ ಕತ್ತುವಾಟ್ರಿ. ಅಪ್ಪ ಅಲೆ ಐಷೆಯಿನ್ ತೂಕಿದೂನ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് എന്തുകൈത്ത് നിങ്ങ തീ കത്തുവാട്ടിയത് എന്ത് കാരണത്തിൽ? അപ്പൊ സഹാബിರಂಗ ചൊന്നാർ അല ലഹ്മിൻ ഞങ്ങ ഇറച്ചി തിന്നുകയറ്റിക്കറ് ഇറച്ചി വേപ്പാട്ടുകയറ്റിക്കറ് എന്താക്കിയത് തീ കത്തുവാട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കற അല ഐ ലഹ്മിൻ ഏത് ഇറച്ചിയായിട്ടിക്കറ് നിങ്ങൾ വേപ്പാട്ടിയൂല്ലേ? അപ്പൊ അങ്ങ് ചൊന്നാർ ലഹ്മു ഹുമുറിൽ ഇൻസിയ റായത്തെ കത്തര അർത്ഥത്തൈത്തിക്കറ് ഞങ്ങൾ എന്താക്കറ് ആ ഇറച്ചിരെ വേപ്പാട്ടിയൂല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അഹ്രിഖൂഹാ വക്സുറൂഹാ നിങ്ങൾ വേപ്പാട്ടി ഇറച്ചിരെ എടുക്കൊരു അതിലെ ಖಾಲಿ ಹಾಕೋರು ಆ ಎರ್ತೆ ಒಡ್ಚು ಬಿಡೋರು. ಅಪ್ಪ ಸಹಾಬಿರಂಗ ಚೊಲ್ಲಿ ಯಾ ರಸೂಲ್ ಅಲ್ಲಾಹ್ ಔ ನುಹ್ರಿಖೂಹಾ ವನಗ್ಸಿಲೂಹಾ ಅದರ ನಂಗೆ ಎಡ್ಕರ ಎರ್ರ ಮಾತ್ರ ಎಡ ಒಡಕಿರ ನಂಗೆ ಕಲ್ಗೆಮ್ಮಯ್ಯಾವಲ್ಲೇ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಟ್ಟಿಗೆ ಸಹಾಬಿಗೆ ಕೇಕರ ನಂಕ ಎಡ കൽഗമ്മയാവല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാക്ക അല്ലേ അങ്ങനെ ആക്കോ. അപ്പൊ ആ ഇറച്ചി നിങ്ങൾ എന്താണ് തിന്നണ്ട. അവിടെ എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എന്തൊരു റായത്തെ കത്തറി ഇറച്ചി തിന്നരുത് ഹറാമാക്കി ചൊല്ല ആ ഒരു നിയമ പാസ് അവിടെ. അത്രത്തോളം സഹാബിರಂಗ എന്താക്കി ഇന്നാറ് കത്തര ഇറച്ചി തിണ്ടോ ഇന്നാറ്. അതോട് കൂടിയിട്ട് കത്തര ഇറച്ചി ഇസ്ലാമിൽ എന്തായിട്ട് ഹറാമൈത്തി. ഏത് കത്ത? റായത്തെ കത്ത. കാട കത്ത അത് തിന്നാം, പ്രോബ്ലം ഇല്ല. കാടിൽ ഉള്ളതായ കത്തര ഇറച്ചി ഹലാലായിട്ടിക്കറ് മനുഷ്യന്മാർ യൂസാക്കുന്നതായ റായത്തെ കത്തര ഇറച്ചി എന്തായിട്ട് അതോടുകൂടിയിട്ട് ഹറാമായിട്ട് എത്തിക്കറ് നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും. അപ്പൊ ഇത് ഖൈബർ യുദ്ധത്തെ സന്ദർഭത്തിലേറ്റിക്കറ് ആ ഇറച്ചി ഹറാമായിട്ട് ചൊന്തുള്ള നിയമ ബണ്ടി. അങ്ങനെ രണ്ട് ജാവ് പിന്നെ എന്താക്കി അവിടെ വിതച്ചിട്ട് പിറ്റാണ്ട് സുബൈഗ് ഫജർ നിസ്കരിച്ചാറ്. ഫജർ നിസ്കരിച്ചാൽ പിന്നെ ഖൈബറിലുള്ള ആൾമാറ് അങ്ങനെ സ്വർത്തുക്ക് അങ്ങനെ കാര്യത്തിക്ക് പോയപ്പോയിട്ടിക്കറ് നബിയും സഹാബിರಂಗ ആ ഖൈബർ ചൊല്ല റായത്തിക്ക് നൂൾറി. അങ്ങനെ ഖൈബർ ചൊല്ല റായത്തിക്ക് നൂണ്ടിട്ട് അവിടെ അനൗൺസാക്കുക എന്തൊരു നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സറണ്ടർ ആവണം ചൊന്തു മുസ്ലിമിങ് അനൗൺസ് ആക്കുക. മുസ്ലിമിങ്ങളെ കണ്ടത് മുസ്ലിമിങ്ങളെ സൈന്ಯ കണ്ടത് ಎಲ್ಲ ಅಂಗಲಂಗಲ ಕ್ವಾರ್ಟರ್ಗೆ ಓಡಿಟ್ಟು ವಂಚಿತ ಚೊನ್ನೆ ಸಡನ್ ಬನ್ನಿ ಅಂಕ್ ವಿಷಯಮೇ ಬಿಡಿಲ್ಲ. ನಬೀಂ ಸಾಹಬರಂಗ ಬಂದವುಲ್ಲಾರು ಚೊಲ್ಲ ವಿಷಯಮೇ ಬಿಡಿಲ್ಲ ಅಂತ ಆಯ್ತು. ആവുമ്പത്തേക്ക് ഇങ്ങനെ സഡൻ നോക്കിയിട്ടാകുമ്പോൾ അങ്ങെന്താക്കിയാറ് ആ ക്വാർട്ടറിൽ കത്ത് പോയിട്ട് നൂണ്ട് തെച്ചാറ്.
8 കോട്ടയുണ്ട് ഖൈബറിൽ. അങ്ങനെ 8 കോട്ടയുണ്ട്. ആ 8 കോട്ടയിൽ അങ്ങനെ എന്താക്കിയാറ് വഞ്ചി തെച്ചാറ്. യഹൂദിമാരുടെ സ്വഭാവത്തിക്ക് കോട്ടയാക്കി തയ്ക്കരുത്. അങ്ങ് മദീനത്തിൽ നിന്നപ്പം അവിടെ നിന്ന് കോട്ടയാക്കിയിട്ട് തെച്ചിന്നാറ്. അതേപോലെ ഉടും അങ്ങ് ഒരു പ്രത്യേകമായിട്ടുള്ള കോട്ട കെട്ടിട്ട് എത്തിക്കറ് അങ്ങ് ദയിക്കര്. അങ്ങനെ സ്റ്റേ അവിടെ അങ്ങനെ. അപ്പൊ അത് ഓരോരു ഗോത്രത്തെ ഓരോരു കോട്ട എത്തിക്കറ്. ഒരു ഫാമിലി അല്ല, ഓരോരു ഗോത്രം അങ്ങനെ. അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങനെ കോട്ടകൾക്ക് പോയിട്ട് വഞ്ചി തെച്ചാറ്. നബിയും സഹാബിറങ്ങ എതിർ വന്നാറ്. അപ്പൊ ഫസ്റ്റ് ഒരു കോട്ട, ആ കോട്ടയിൽ ഒരാള് മർഹബ് ചൊന്തുള്ള യഹൂദിയായ ഒരാള് പുറത്തു വന്ന ഭയങ്കര ധീരത്തിലും ഭയങ്കര ഒരു അർസത്തിലും പുറത്തു ಬಂತು ಚೊನ್ನ ನನ್ನೊಟ್ಟಿಗೆ ದ್ವಂದ್ವ ಯುದ್ಧ ಹಾಕ್ರಂಗ ಆರುಲ್ಲ ನಿಂಗಳ ಕೂಟದ್ದು. അപ്പൊ യുദ്ധം സ്റ്റാർട്ട് ആവുന്നേക്കും ഒരു ദ്വന്ദ്വ യുദ്ധം ഉണ്ട്. 1 ജണ്ടാൽ യുദ്ധ, അത് ബദ്ർ യുദ്ധത്തിലും 3 യുദ്ധത്തിലെല്ലാം ഞങ്ങൾ ചൊന്നതേറ്റിക്ക്. അപ്പൊ നന്നൊട്ടിಗೆ ആറുള്ളാറ് നിങ്ങള കൂട്ടത്തിൽ ധൈര്യമില്ലങ്ങ. അപ്പൊ ഇട്ടിക്കര ആമിർ ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു അയാൾ എതിർപോണ്ട് നബിയെ നാപ്പോണ്ട്. അങ്ങനെ ആമിർ ഇബ്നുൽ അക്വ എതിർ പോയിട്ട് ഇങ്ങനെ ജണ്ടാലിനെ നോഡಲು മർഹബും ആമിറും ഇങ്ങനെ ജണ്ടാലിനെ നോഡಲು എന്തായിട്ട് ഫൈറ്റ് ആവും. ആ ഫൈറ്റ് ആവുന്ന സന്ദർഭത്തിൽ ഇയാള് ഈ മർഹബ് ചൊല്ലുற ആള് ഒരു കത്തി വീസിയതും ആമിർ ഇബ്നുൽ അക്വറെ ആ പരിചയ കൈരെ പാറിട്ട് ആകുമ്പോഴത്തൂ അയാൾ എന്താക്കറ് ആമിർ ഇബ്നുൽ അക്വ ഇയാൾക്ക് വീസിയത് തപ്പിട്ട് അയാളുടെ കാലിലെ മുട്ട് കടിക്കരുത്. ആ കത്തി അയാളുടെ കാലിലെ മുട്ടുകു അടിച്ചിട്ട് അവിടെ ചോര വന്ന് അവിടെ മേൽ മരണപ്പെടും. ആമിർ ഇബ്നുൽ അക്വ അവിടെ മേൽ മരണപ്പെടും. സഹാബി മരണപ്പെട്ടു അവിടെ. ഇത് പിൽക്കാലത്ത് പിന്നെ ഖൈബർ യുദ്ധത്തിൽ പിന്നെ കുറേ മുസ്ലിമീങ്ങളെ ചൊല്ലോ സ്റ്റാർട്ടാക്കിയ. ആമിർ ഇബ്നുൽ അക്വ ಸ್ವಂತ ಅಯಾಲ್ ಆತ್ಮಹತ್ಯೆ ಹಾಕಿ ಅಯಾಲ್ ಸುಸೈಡ್ ಹಾಕಿ ಚೊಂತು ಕೊರಿಯಲ್ಮಾರೆಲ್ಲ ಚೊಲ್ಲೋಗು ಸ್ಟಾರ್ಟ್ ಹಾಕ್ಯಾರ. ಅಪ್ಪ ಈ ಆಮಿರ್ ಇಬ್ನ್ ಅಕ್ವರೆ ಸಹೋದರ ಇಟ್ಟಿನ್ನೆ സലമത്ത് ഇബ്നു അക്വക്ക് ഭാരി ബേജാർ. അങ്ങനെ ഈ ഖൈബർ യുദ്ധത്തിൽ പിന്നെ ഈ ബേജാർ നോക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കരുത്. ആരോട്ടിക്ക് സലമത്ത് ഇബ്നു അക്വറൊട്ടി കേൾക്കരുത്. മാലക് നിക്കെന്തരായി? അപ്പൊ ഇയാൾ ചൊല്ലു സഅമു അന്ന ആമിറൻ ഹബിത അമലുഹു. എല്ലാവരും ചൊന്നുള്ളാറ് ആമിർ സുസൈഡ് ആക്കിയിട്ട് മറിച്ചേ അയാളുടെ അമലല്ല ബാത്തിലായി പോയിട്ട് ചൊന്തു എല്ലാവരും ചൊന്നുള്ളാറ്. അപ്പൊ അത് കേട്ടിട്ട് നക്ക് ഭാരി ബേജാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു കദബ മൻ ഖാലഹു. അങ്ങനെ ചൊന്നങ്ങ അത് കലവ് ചൊന്നാർ അയാളുടെ മേൽ. അങ്ങനത്തെ ആളല്ല അയാൾ സുസൈഡ് ആക്കിയറല്ല. ഇന്ന ലഹു ലഅജ്റൈൻ, അയാൾക്ക് 2 കൂലിയുണ്ട്. ഇന്നഹു ലജാഹിദുൻ വ മുജാഹിദ്, അയാള് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ആക്കി ഒരു മുജാഹിദായിട്ട് ഇക്കറി ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ഇബ്നു അക്വറെ വിഷയത്തിൽ ചൊല്ലത് നമുക്ക് ഹദീസിൽ കാണും. അപ്പൊ അത് അയാൾ സ്വന്തം എന്താക്കിയറല്ല, അടിച്ചിറല്ല, അത് തപ്പിട്ടായ സബലു. അങ്ങനെ അയാൾക്ക് എന്തേ ആ സുസൈഡ് ആക്കിയതല്ല, അയാൾക്ക് അതിൽ കൂലി ഉണ്ട് ചൊന്തയിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പടിപ്പാടി കൊടുക്കും. അപ്പൊ ഏതായാലും ഈ മർഹബ് ചൊല്ലുന്ന ആൾ എന്താക്കിയ സഹാബി ആമിർ ഇബ്നു അക്വറെ കൊന്ന അയാൾ സ്വന്തം തപ്പിട്ട് അത് ഇതായി. അങ്ങനെ പിന്നെ 3 ധൈര്യത്തിൽ അത് അയാളുടെ നാ കൊന്നെ ഇനിയാറുള്ള നന്നൊട്ടിಗೆ ಬಂಡಗಾರುള്ള ನನ್ನೊಟ್ಟಿಗೆ ಫೈಟ್ ಹಾಕುವ 6 ಬಂಡ ಅಪ್ಪ ಇತಿಕರು ಜಂಡ ಮತ್ತದ ಅಲಿ ಇಬ್ನ್ ಅಬಿ ತಾಲಿಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಂದು ಅಲಿ ಇಬ್ನ್ ಅಬಿ ತಾಲಿಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಂತು. അങ്ങനെ ജണ്ട നടുള്ള ഫൈറ്റ് ആയിട്ട് അലി ഇബ്ൻ അബി താലിബ് അയാളുടെ കൊല്ലു. അതോട് കൂടിയിട്ട് ബാക്കി ഞങ്ങളെ പേടിയിട്ട് അങ്ങ് പിന്നെ പർത്തേ വന്നില്ല, കോട്ടരെ പർത്തേ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാ കോട്ടരെ ദിഗ്ബന്ധനാക്കിയാർ. ദിഗ്ബന്ധന ഉൽഗത്ത് കൊണ്ട് ഫുഡറെಲ್ಲ സ്റ്റോപ്പ് ആക്രി അങ്ങ് മജ്ബൂറായിട്ട് പർത്ത് പണ്ട ഉറുപ്പത്തിലാക്രി. അങ്ങനെ കുറേ ടൈം അവിടെ അങ്ങ് ആക്കിയാറ്. ലാസ്റ്റ് അങ്ങ് പർത്ത് വന്ന് കുറേ ആൾ സറണ്ടർ ആയാറ്, കുറേ ആൾ ഫൈറ്റ് ആക്കിയാറ്. അങ്ങനെ ചെറിയ യുദ്ധമെല്ലാം ആവും. അങ്ങനെ ലാസ്റ്റ് ആ ഒരു കോട്ട മുസ്ലിമീങ്ങൾ അണ്ടറിൽ പണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോട്ടയിട്ട് പിന്നെ ജന്നാമത്തെ കോട്ട ഇങ്ങനെ ഓരോ കോട്ട പിടിച്ചെടുത്തോണ്ട് മുസ്ലിമീങ്ങ പോയാർ. ഇതേ ഖൈബർ യുദ്ധത്തിലായിട്ടിക്കറ് മുത്അ മങ്ങില അതെന്താ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി. മുത്അത്തുൻ നിസാ ചൊന്തൂർ മങ്ങിലിಂತು മുന്നോളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഫസ്റ്റ് കാലഘട്ടത്തിൽ സഹാബിരങ്ങ മുത്അ മങ്ങില ചൊന്നേന്ദ്രെ, അതായത് ഇങ്ങനെ സഫർ പോകുമ്പോ ഒരു ടൈം വെയ്ക്കരുത്. ഇത്ര ടൈമിക്ക് 2 പെണ്ണായിട്ട് നീ നിൽക്കണം, അങ്ങ് മഹർ കൊടുക്കാറ്. അപ്പൊ അങ്ങനെ പെണ്ണിങ്ങ പണ്ടാറ്. പിന്നെ ആ ടൈമിൽ പിന്നെ എന്താ തലാക്കാവും. അതൊരു ടൈം ആയിട്ട് അങ്ങനത്തെ ഒരു മുത്അ മങ്ങില ചൊന്തൊന്നിട്ട് ഷിയാമാർക്കുണ്ടല്ലേ
പോണ്ടാറല്ലേ അതെ. അപ്പൊ അത് അവിടെ എന്തായിട്ട് ഖൈബർ യുദ്ധത്തോട് ആ ജാവുകു അണ്ടത്തെ ആ ഒരു ടൈമില് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ട്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് ಐತಿಕ್ರು അലി റളിയല്ലാഹു അൻഹു ചൊಂತ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ മുത്അത്തിൻ നിസാ. മുത്അ മങ്ങില എന്താക്കിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ട് യൗമ ഖൈബറിൻ, ഖൈബറിന്റെ നാളിൽ. വാൻ അക്ലി ലുഹൂമുൽ ഹുമറിൽ ഇൻസിയ, അതേപോലെ റായത്തെ കത്തരയിറച്ചി തിന്നിടുതും ഹറാമാക്കിയിട്ട് ചൊന്ത അലി റളിയല്ലാഹു അൻഹു ചൊന്നത് ഹദീസിൽ നമുക്ക് കാണുക സാധ്യവരൊന്നിട്ടിക്ക. അപ്പൊ അതോടുകൂടി മുത്താമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. ഇണ്ടും കൊറിയ ഈ ഇസ്ലാമിക് ഈ എന്ದ್ರೆ പർത്തുൽ ഇസ്ലാമിനെ വിരോധിക്കറങ്ങ ഇങ്ങനത്തെ ഇതിലുള്ള വെച്ചിട്ട് എന്താക്കാറ് തമാസാക്കാറ് എന്ದ್ರೆ അത് അങ്ങനെ ഇങ്ങനെ എന്താവും തമാസാക്കിറങ്ങ ആക്കാറ്. മാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിരോധിച്ചിരു ചൊല്ലറതായിട്ടിക്ക നമുക്ക് മനസ്സിലാക്കുക സാധ്യമാണ്. അതേപോലെ അങ്ങനെ യുദ്ധം നടന്നു ഇന്നിട്ട് അങ്ങനെ രണ്ടാമത്തെ ക്വാർട്ടറും പിടിച്ചെടുത്താറ്, മൂന്നാമത്തെ ക്വാർട്ടറും പിടിച്ചെടുത്താറ്. ഈ പിടിച്ചെടുക്കരെ അങ്ങനെ ദിഗ്ബന്ധനാക്കിട്ട് എത്തിക്കുക. അവിടേക്ക് ഫുഡ് പോവാത്ത രൂപത്തിൽ തടഞ്ഞു വയ്ക്കര്, അതേപോലെ തന്നി പോവാത്ത രൂപത്തിൽ തടഞ്ഞു വയ്ക്കര്. അപ്പൊ അങ്ങ് മജ്ബൂറായിട്ട് പുറത്ത് പണ്ടാറ്. പുറത്ത് വന്നാൽ പിന്നെ അവിടെ എന്താവും ആ യുദ്ധ നടുക്കറി ചൊല്ലതെറ്റിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുക സാധ്യത. ആ ലാസ്റ്റ് ഒരു നാൾ ജാവും ഇങ്ങനെ ദിഗ്ബന്ധ നിൽക്കുന്ന ടൈമില് ഒരു നാൾ ജാവുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെല്ലാവരും പിലിച്ചുകൂട്ടു. സഹാബിരങ്ങളെല്ലാവരും പിലിച്ചു കൂട്ടിട്ട് എൽപ്പം ചൊല്ലു. ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കിയ ഹദീസ് ಐತಿಕ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലഉതിയന്ന ഹാദിഹി റായത ഗദൻ റജുലൻ. ഒരു ഫ്ലാഗ്, ആ ഫ്ലാഗ് കാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നാളെക്ക് ഈ ഫ്ലാഗ് നാ ഒരാളുടെ കയ്യിൽ കൊടുക്കുക. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുഖാന്തര നമുക്ക് വിജയതണ്ട്. യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അയാൾ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുറാളേറ്റിക്കറ്. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും റസൂലും അയാളും ഇഷ്ടപ്പെടുറാളേറ്റിക്കറ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ ഫ്ലാഗ് നാളേക്ക് കൊടുക്കുക ചൊന്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. സഹാബിമാർ ഫബാതന്നാസു യദൂകുന ലൈലതഹു, അണ്ടത്തെ ജാവു സഹാബിമാരിൽ ഇങ്ങനെ ആൽച്ചനാക്കി ഇന്നാർ. അയ്യുഹും യുക്താഹ, ആ കിട്ടാൽ ആറൈറ്റിക്കു, ആ ഫ്ലാഗ് കിട്ടാല് ആറൈറ്റിക്കു ചൊന്തു ഇങ്ങനെ ആൽച്ചനാക്കി ഇന്നാർ. ഉമറല്ലാന്ന് ചൊല്ലത് കാണ്ട് ഞാൻ അധികാരத்துக்கு കൊതിച്ച ഒരു നാളുണ്ടായത് അണ്ടത്തെ നാളേറ്റിക്കു, അണ്ടത്തെ ജാവൈറ്റിക്കു. കാരണം റസൂൽ പ്രത്യേക ചൊന്ന് എന്തൊരു അയാൾ അള്ളാഹും റസൂൽ ഇഷ്ടപ്പെട്ടു, അയാളുടെ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു അധികാരத்துக்கு കൊതിച്ച ഒരു നാൾ ഉണ്ടുണ്ടായെങ്കിൽ അത് അണ്ടത്തെ നാളേറ്റിക്കു ചൊന്ന് ഉമറല്ലാന്ന് ചൊല്ലത് നമുക്ക് ഹദീസിൽ കാണും. അങ്ങനെ ഫലമ്മ അസ്ബഹൻ നാസു ഗദൗ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിറ്റാണ്ട് സുബൈക്ക് എല്ലാ സഹാബിരങ്ങനെ നബിയുടെ വന്നാറ്. കുല്ലുഹും യർജു അൻ യുഅതാഹ, എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഇത് നക്കി കിട്ടണം, ഈ ഫ്ലാഗ് നക്കി കിട്ടണം. മാത്ര ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഐന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് എവിടുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് എവിടുണ്ട്. അപ്പൊ എല്ലാവരും ചൊന്നു യസ്തകി ഐനൈ, നബിയെ അലി റളിയല്ലാഹു അൻഹു കണ്ണ് കേന്ദ്രമാ പ്രോബ്ലം ആയിട്ട് അയാൾ ടെൻറ്റ് ഉൾഗമേ ഉണ്ടു, അയാൾ കണ്ണില് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയി ചൊന്തു ചൊല്ലറ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ കടത്തിട്ട് അലി റളിയല്ലാഹു അൻഹു വിൽപാട്ടർ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ബണ്ട് ഫബസഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഐനൈഹി വദഅ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുടെ കണ്ണിಗೆ തുപ്നേർ തട്ടുപാട്ടർ. നബിയുടെ തുപ്നേർ ബർക്കത്തുല്ലതായിട്ടിക്കർ. ആ ബർക്കത്തുല്ല തുപ്നേർ തട്ടുപാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വേണ്ടി ദുആക്ക്. ഇതാക്കിയപ്പ ഫബറഅ ഹത്താ കഅല്ലം യകുൻ ബിഹി വജ, ഇതാക്കിയപ്പ അലി റളിയല്ലാഹു അൻഹു കണ്ണിಗೆ ഒരു പ്രോബ്ലമും ഇല്ലാത്ത പോലെ അത് ഷിഫൈത്ത്, അവിടെമേ ഷിഫൈത്ത് ഉണ്ടായിട്ടിക്കർ നമുക്ക് ഹദീസിൽ കാണും. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തായിട്ടിക്കർ. മാത്രല്ല ഇത് നബിയുടെ തുപ്നേർക്കുമുള്ള ഒരു ബർക്കത്തായിട്ടിക്കർ ചൊല്ലത് നാം മനസ്സിലാക്കും. ഇങ്ങനത്തെ ഹദീസ് പിടിച്ചിട്ടുള്ള എല്ലാ ആൾമാരും പോയിട്ട് ആ തുപ്നേർ തട്ടുപാട്ടറല്ല, അത് നബിയുടെ തുപ്നേർക്കുള്ള ഒരു പ്രത്യേകത്തായിട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു സഹാബിര് തൊണ്ട കേന്ദ്രമോ പ്രോബ്ലം എന്നപ്പ നബി എന്താക്കിത്ത് അയാളുടെ ബാഗ് തുപ്പിയതും നമുക്ക് ഹദീസിൽ കാണും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ തുപ്നേറെ ബർക്കത്തിട്ടിക്കറ്. ആ ബർക്കത്തിനെ ഞങ്ങൾ എന്താക്കിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഇന്ന് കുറെ ആൾമാർ
നബിരെ എന്തിരെ മുടി, നബിരെ ചട്ടി, നബിരെ ചൊറുപ്പു അങ്ങനെയുള്ള കൊണ്ടാണ്. അത് എന്തല്ല നബിർദ് അല്ലാണ്ട് എത്തിക്കുന്നത് അങ്ങ് ചൊല്ലുന്നത്. അത് നബിർദ് അല്ല. അങ്ങനെ നബിർദ് ഇണ്ടും ഉള്ളതായിട്ട് ഒരു സനതും ഇല്ല. ഒരു വസ്തും ഇണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുതില് നമുക്ക് കാണാൻ സാധ്യതയില്ല. അല്ലാണ്ട് നബിർദ് ഗ്യാരണ്ടി ആയെങ്കിൽ അത് ബർക്കത്തെടുക്കണേ. അത് ബർക്കത്തെടുക്കരുത് സുന്നത്തെറ്റിക്കര് സാഹബരങ്ങ ബർക്കത്തെടുത്തു എന്നാണ്. മാത്ര ഇണ്ട് നബിരെ ഒരു സാമാനം ഇല്ല ചൊല്ലത് ഞങ്ങ മനസ്സിലാക്കാനായി ഒരു കാര്യമായിട്ട്. അപ്പൊ ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ആ ഫ്ലാഗ് കൊടുത്തു. അങ്ങനെ ഫ്ലാഗ് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ചൊല്ലു നീനൈറ്റിക്കര ഈ ഒരു കോട്ട കാട്ടി ചൊല്ലു. ആ കോട്ടരെ ലീഡർ നേതൃത്വം എടുത്തിട്ട് നീ എന്താക്കുന്നു, നിന്റെ സൈന്യത്തെ പിടിച്ചിട്ട് നീന് അവിടെ പോയിട്ട് അങ്ങോട്ടേക്ക് യുദ്ധാക്കും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് നബിയോട്ടിಗೆ, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഖാതിലുഹും ഹത്താ യകൂന മിത്ലന, ഞങ്ങളൊട്ടിಗೆ യുദ്ധാക്കറി എവിടുത്തോളൂ അങ്ങ് ഞങ്ങളെ പോലെ അവരോടുത്തോളാ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചിട്ട് മുസ്ലിം അവരോട് തോള് ഞങ്ങളൊട്ടിಗೆ യുദ്ധാക്രമാ ചൊന്തു അലി റളിയല്ലാഹു അൻഹു കേൾക്കും. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഉൻഫുദ് അലാ റിസ്ലിക ഹത്താ തൻസില ബിസാഹതിഹിം, അതെ നിന്റെ സൈന്യത്തെ നീ കുട്ടിയോ പോണു, കുട്ടിയെ പോയിട്ട് അങ്ങനെ ആ ഒരു കോട്ടയുടെ പുറത്ത് നിൽക്കണു, പുറത്ത് നിന്നിട്ട് സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, ഫസ്റ്റിಗೆ പോയിട്ട് യുദ്ധാക്കരല്ല, ഫസ്റ്റിಗೆ നീ അങ്ങനെ എന്താക്കണു, സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമുക്ക് അങ്ങനെ നീ വിളിക്കണം, ദാവത്താക്കണം, അള്ളാഹുവിന്റെ വിഷയം ചൊന്നു കൊടുക്കണു, റസൂലിന്റെ വിഷയം ചൊന്നു കൊടുക്കണം അല്ലേ. അതേറ്റിക്കൊരു മെയിൻ പാർട്ട് ഇണ്ട്. അത് എന്ത് മുസ്ലിം സമുദായം അത് മനസ്സിലാക്കിയോ ഇല്ല. ഇന്നെന്തൊരു ചെറിയ വിഷയം അടിയും കുത്തും പ്രൊട്ടസ്റ്റും അതും ഇതും ആക്കിരല്ലാണ്ട് ದೀನಿ ಎತ್ತುಬಾಟಿ ಕೊಡುಕುಡುದಲು ಮುಸ್ಲಿಂ ಸಮುದಾಯ ಯಾರ ಇದು ಎಲ್ಲಾ ಸಂಘಟನೆ ಅರ್ಥಾಕಿ ತಿಂದರೆ ಬಾರಿ ಹೈರಾವು ಅಲ್ಲೇ. ಎಲ್ಲಾ ರಾಜಕೀಯತೆ ಬೆರೋಲ್ ಹೋಂಡೆ, ರಾಜಕೀಯತೆ ಬೆರೋಲ್ ಹೋಯಂಗೆ ವಿಜಯ ಅಂತ ಬಿಯಾರಿಕಿರಿ, ಎಲ್ಲಾರು ಒಟ್ಟಿಗೆ ಕೂಡಿಂಗೆ ವಿಜಯ ಅವಡಿ, ಪ್ರೊಟೆಸ್ಟ್ ಹಾಕಿಂಗೆ ಎದುರೆ ವಿನ್ ನಂಗೆ ಅಲ್ಲ ಅವ್ರ ಸಹಾಯಕ್ಕೆ ಇಟ್ಟರೆ ಅಂತಲ್ಲ ಬಿಯಾರಿಕಿರಂಗ ಇದು ಮನ್ಸಲಾಕಿರಂಗೆ ಎತ್ತರ ಹೈರಾವ. ಫಸ್ಟ್ಗೆ ನಂಗೆ ಬಿಲ್ಕೆ ಹೋಗಲಿ ಇಸ್ಲಾಮ್ಗೆ ಇಟ್ಟಿಕ್ರ ಆಲ್ ಮಾರ್ರಿ, ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ಗೆ ಬಿಲ್ಕೋನು, മുഹമ്മദ് റസൂലുള്ളാഹിಗೆ ಬಿಲ್ಕೋನು. അവിടെ ആ വിളിക്കുന്നതിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയത്തന്നെ. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുറേ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുക്ക് സഹായിക്കെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുക്ക് സഹായിക്കങ്ങനെ അള്ളാഹുടെ ദീൻ ആൾമാരെ വിളിച്ചിട്ട് ഇസ്ലാമിനെ ദഅവത്താക്കിയിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു ചൊല്ലുക, ഫസ്റ്റ് നീ എന്താക്കണം, അങ്ങനെ പോയിട്ട് ഇസ്ലാമുക്ക് വിളിക്കുന്നു. വ അഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹി, അള്ളാഹുരൊട്ടിಗೆ നിങ്ങ കാട്ടണായ ഹക്ക് എന്തിനെ ചൊന്തു നീ അങ്ക് അരിപ്പാട്ടി കൊടുക്കണു. അതേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു ചൊല്ലും. പിന്നെ ഒരു പൽക്ക നബി ചൊല്ലു, ഫവല്ലാഹ്, അല്ലാഹു ഐതിക്ക് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നിന്റെ കാരണത്തിൽ ഒരാൾ ഹിദായത്തിൽ ആയാണ്ടായെങ്കിൽ, ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം, നിക്ക് ഒരു കൂട്ട വണ്ട കിട്ടുന്നതിനൊക്കെയാണ് ഹൈറേറ്റിക്കുന്നത് അല്ലെ. ഒരു വണ്ട അതുവേ വലിയ വിഷയം. ഒരു കൂട്ട വണ്ട കിട്ടുന്നതിനൊക്കെയാണ് ഹൈറ്, നിന്റെ കാരണത്തിൽ ഒരാൾ ഹിദായത്തിലാവുന്നതായിട്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു അല്ലേ. അപ്പൊ ഞങ്ങളെ കാരണത്തിൽ ഒരാൾ ഹിദായത്തിലായെങ്കിൽ അത് വലിയൊരു ഹൈറേറ്റിക്ക്. പിന്നെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടേ, ഈ ദുനിയാവുലുള്ളതിനൊക്കെയാണ് എല്ലാ തന്റെ ഹൈറേറ്റിക്ക് നിന്റെ കാരണത്തിൽ ഒരാൾ ഹിദായത്തിലായി. അപ്പൊ ഒരാൾ ഞങ്ങളെ ചൊന്തു ഷിർക്കല്ല വിട്ടിട്ട് ഇസ്ലാമിക്ക് കറക്റ്റ് തൗഹീദിಗೆ ಬಂದಿട്ടായി ഇത്ര വലിയ ഹൈർ, അയാളാക്കിற ഓരോരോ അമലും ഞങ്ങൾക്ക് പ്രതിഫല, ഓരോരോ കാര്യം പ്രതിഫല ഞങ്ങൾക്ക് ഞങ്ങളെ അക്കൗണ്ടിಗೆ അത് ಬಂಡಿ അല്ലേ. ഒരു സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ, ഒരു നിസ്കാര വക്തരെ നിസ്കരിച്ചെങ്കിൽ, ഒരു നോമ്പ് പിടിച്ചെങ്കിൽ എല്ലാം ഞങ്ങളെ അക്കൗണ്ടിಗೆ ಬಂಡಿ. അപ്പൊ അത് എത്ര വലിയ ഹൈറായ ഒരു വിഷയത്തിക്ക് ചൊന്ത് ഞങ്ങൾക്ക് ആലോചനാക്കുകയേ ഉള്ളി. അത് മാത്രമല്ല, ഞങ്ങളെ ചൊന്തു ഒരാൾ നല്ല ആയെങ്കിലും, ഞങ്ങളെ ചൊന്തു ഒരാൾ ഹൈറ് പഠിച്ചെങ്കും ഞങ്ങൾക്ക് അതിലെന്തുകൊണ്ട് പ്രതിഫലമുണ്ട്. അത് പോയിട്ട് ഹൈറ് പ്രചാരാക്കുകയും ഞങ്ങളെ സോഷ്യൽ മീഡിയയിലും അതേപോലെ ബാക്കി എല്ലാത്തിലും ഹൈറ് പ്രചാരാക്കുകയും ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കും. ബെടുക്കും അതേപോലെ ബാൻഡാറ്റതും കോമഡിയും ചിരിക്കുന്നതും ഇതെല്ലാം ഞങ്ങൾ സ്പ്രെഡ് ആക്കണായി. അതിലെ ചൊന്തു ഒരാൾ തെരു തപ്പിപ്പോയെങ്കിൽ അതിലെ ശിക്ഷ ഒരു ഭാഗം ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും ഞങ്ങൾ എന്താക്കണം, ജാഗ്രത ആക്കുനായി ഒരു കാര്യത്തിൽ. അപ്പൊ ഏതായെങ്കിലും കൂടെ അലി റളിയല്ലാഹു അൻഹുവിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചൊന്തേറ്റിക്കറ് അലി റളിയല്ലാഹു അൻഹു കർത്തരെ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ പിടിച്ചോണ്ടേ
ആ ക്വാർട്ടർ മുട്ട കൊണ്ടു അങ്ങനെ ഇസ്ലാമിക്ക് വിളിക്കര് മാത്രമാങ്ങ അത് സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കാണ്ടാവുമ്പത്ത് കേട്ടിക്കര് പിന്നെ അവിടെ അങ്ങനെ ഫൈറ്റ് ആയിട്ട് ആ ക്വാട്ടും മുസ്ലിമീങ്ങൾ അണ്ടറിൽ വണ്ട് അങ്ങനെ ഓരോ കോട്ട പിടിച്ചെടുത്തിട്ട് അങ്ങനെ 7 കോട്ടയിട്ട് ലാസ്റ്റ് 8ാമത്തെ കോട്ടം എന്താക്കാറ് മുസ്ലിമീങ്ങ ರೌಂಡ್ ಅಪ್ ಹಾಕ್ರಾರು. ಅದು ಮಾತ್ರ ಬಾರಿ ಅವ್ರು ಬೆಲ್ಲಿ ಅವ್ರ ಕಾಟ ಐತಿಂತು ಅದು ಮುಸ್ಲಿಮಿಂಗ್ ಬಾರಿ ಅವ್ರ ಕಷ್ಟ ಐತಿಂತು ಮೇಲ್ ನಿಂದಿಟ್ಟಾಗ ಬಿಲ್ಲು ಬಾಣ ಅಡಿಚೋಯ್ನಾರು ಮಾತ್ರ ಮುಸ್ಲಿಮಿಂಗ್ ಅಡಿಕಿರ ಬಿಲ್ಲು ಬಾಣ ಅವಡಿಗೆ ಎತ್ತು ಇಲ್ಲ ಅಂತ ಅಪ್ಪ ಇಟ್ಟಿಕ್ರ ಅಂಕ ஒரு ಪೀರಂಗಿ ಗಿಟ್ಟಿ ತಿಂತು ಪೀರಂಗಿ ಸ್ವಂತ ಕಲ್ಲಲ್ಲಿ ಇಟ್ಟಿಟ್ಟು ಆ ಕಲ್ಲಿಗೆ ಬಲ್ಚಿ ಫಾಸ್ಟ್ ಕೊಂಡದಾಗಿ ഒരു പീരങ്കി പോലത്തേത് അത് മുസ്ലിമിങ്ങളെ ഈ യഹൂദിമാരെ കോട്ടയിൽ കിട്ടിയത് ഇട്ടിക്ക് അങ്ങനെ അത് യൂസ് ആക്കിയിട്ട് എന്താക്കിയാറ് ആ ക്വാർട്ടറെ ഒടിച്ചാറ്. അങ്ങനെ ഒടിച്ചിട്ടാകുമ്പോൾ ലാസ്റ്റ് യഹൂദിന് ಅಂಕ ಗತ್ಯಂತರ ಇಲ್ಲಾಂಟೆ ಅಂಕ ಪರ್ತು ಬರ್ನಾയിട്ട് ಬಂತು ಹಂಗ ಸರೆಂಡರ್ ಆಯಾರು. അങ്ങനെ ಖೈಬರ್ ಯುದ್ಧ ಮುಸ್ಲಿಮಿಂಗ ഒരു ವಿಜಯ കിട്ടിತ್ತು. അങ്ങനെ ലാസ്റ്റിക്ക് എല്ലാരും മക്കളും പിണിങ്ങളും ആണികളും എല്ലാരും ബന്ദിയാക്കിയാർ, മുസ്ലിമിങ്ങ ബന്ദിയാക്കിയാർ. അങ്ങനെ ബന്ദിയാക്കിയ സന്ദർഭത്തിൽ ഇങ്ങ ഈ ലാസ്റ്റ് ക്വാർട്ടർ അങ്ങ ഒരു കണ്ടീഷൻ വെച്ചാർ നബിരൊട്ടിക്ക്. നബിയെ നിങ്ങൾ ഞങ്ങളെ എടുത്തു പോണ്ടാർ, മക്കത്തേക്ക് മദീനത്തേക്ക് നിങ്ങൾ ഞങ്ങളെ എടുത്തു പോണ്ടാർ. ഇവിടെ ഞങ്ങളെ കൃഷി ഞങ്ങളെ എല്ലാം ഉണ്ട്, ഞങ്ങളുടെ കൃഷി ആക്കിರ ഇതാക്കിರ ഫലവർഗ്ഗങ്ങളും അതെല്ലാം വെറുതെ നാശമായിട്ട് പോകണം. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ജീവിക്കുക ബുട്ടേണ്ടായെങ്കിൽ ഊടെ ആക്കിയത് ഞങ്ങളെ കൃഷിയുടെ പാതി ഭാഗ ಅದರ ಲಾಭ ഞങ്ങൾ നിങ്ങൾക്ക് തണ്ട നിങ്ങൾക്ക് എത്തുപാട്ടറ. അപ്പൊ അത് നിങ്ങൾക്കും ഹൈറൈത്തിക്കറ് ഞങ്ങൾക്കും ഹൈറൈത്തിക്കറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സമാന്റ് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒപ്പിത്ത് മാത്രമ നബിയുടെ ഭാഗത്തിൽ പിന്നൊരു കണ്ടീഷൻ വെച്ച് എന്തൊരു ഞങ്ങ ബിയർക്കിരോടത്തോൾ മാത്രം നിങ്ങൾ കുടിക്കണം, അതല്ലാണ്ട് നിങ്ങൾക്ക് കാലാക്കാലൂടെ ഞങ്ങൾ എന്താക്കില്ല ഇക്കു സ്വാതന്ത്ര്യം കണ്ടില്ല. ഞങ്ങൾ ബിയർക്കിയ കാലത്തോൾ മാത്രം നിങ്ങൾ കുടിക്കണം. രണ്ടാമത്തേത് നിങ്ങളുടെ കയ്യിലുള്ള എന്തെല്ലാം സ്വത്തുണ്ട അതെല്ലാം ഞങ്ങൾക്ക് സമർപ്പിക്കണം. ഒന്നുപോലും നിങ്ങളുടെ കയ്യിൽ ബാക്കി ಬೇಕೋತೀರಾ, ഒന്നുപോലും എടുത്തു ಬೇಕೋತೀರಾ, ഹൈഡ് ആക്കോತೀರಾ. ഹൈഡ് ആക്കിയാറുണ്ട് ഞങ്ങൾക്ക് പിടിയിട്ടുണ്ടായെങ്കിൽ അങ്ങനെ ഞങ്ങൾ എന്താക്കണം വധശിക്ഷക്ക് അങ്ങനെ ഞങ്ങൾ കൊല്ലണം. അതും അങ്ങ് ഒപ്പിയാറ്. അങ്ങനെ കുറെ കണ്ടീഷൻ എല്ലാം ഇട്ട് ഐറ്റിക്കറ് പിന്നെ അവിടെ നടക്കുക. ആ സന്ദർഭത്തിൽ ഐറ്റിക്കറ് കിനാനാറ് സഫിയ റളിയല്ലാഹു അൻഹയെ ഫസ്റ്റ് മാപ്പിളെ. സഫിയ റളിയല്ലാഹു അൻഹ ബന്ധനത്തിലുണ്ട്, കിനാന എല്ലാവരും ബന്ധനത്തിലുള്ള. അപ്പൊ ഈ കിനാന കൊറിയ സ്വത്ത് ഹൈഡാക്കി വെച്ചിട്ട് എടുത്തു വെച്ചിട്ടിരുന്ന. അപ്പൊ ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിനാനെ വിളിച്ചിട്ട് കിനാനൊട്ടിಗೆ പിന്നൊരാളുണ്ട്, രണ്ടാളുള്ള. അങ്ങനെ വിളിച്ചിട്ട് എവിടെ എടുത്തു വെച്ചിരാറ് നിങ്ങളെ സമ്പത്തിനെ നിങ്ങളെ സ്വർണ്ണരെ നിങ്ങളെ ബംഗാരെ നിങ്ങൾ എവിടെ എടുത്തു വെച്ചിരാറ്. അപ്പൊ അങ്ങ് ഫസ്റ്റ് നിഷേധിച്ചാർ. പിന്നെ അങ്ങ് ചൊന്നാറ് അങ്ങ് അത് ചൊല്ലില്ല. അങ്ങനെ ലാസ്റ്റ് ആ ഒരു കാരണത്തിൽ അങ്ങ് വഞ്ചന ആ കരാറ് ലംഘിച്ച സബലു അങ്ങനെ വധശിക്ഷക്ക് വിധിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങനെ ചണ്ടാലില് കൊല്ലുറാണ്. അങ്ങനെ ഇരിക്കുന്ന സഫിയ റളിയല്ലാഹു അൻഹ പിന്നെ വിധവ. സഫിയ റളിയല്ലാഹു അൻഹയുടെ ബന്ദിയാക്കിയപ്പോ സഹാബിനക്ക് പിടിയേറ്റ്. സഫിയ റളിയല്ലാഹു അൻഹ ഉയൈ ഇബ്നു അഖ്തബ് മോൾ. ഉയൈ ഇബ്നു അഖ്തബ് ബനൂನಲ್ಲಿ ಗೊತ್ತಿರುತ್ತೆ ಲೀಡರ್ ಮೋಲ್ ಇಟ್ಟಿಕ್. ಅಪ್ಪ ಸಫಿಯ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ನಬಿರ ಮುಟ್ಟ ಕೂಟಿಯ ಬಂತು ಸಹಾಬರ ನಬಿಯೇ ಈಮ ബനൂನಲ್ಲಿ ಗೊತ್ತಿರುತ್ತೆ ಲೀಡರ್ ಮೋಲ್ ಇಟ್ಟಿಕ್. ಅಪ್ಪ ನಂಗೆ ಈ ಮರೆ എന്താക്കുപോലെ ഒരു ലീഡറുടെ മൂലെ പിടിച്ചുവെക്കൂ, ഒരു ബന്ദിയാക്കിಬೇಕು, അടിമയാക്കിಬೇಕು നങ്കാവില്ല. അപ്പൊ അതൊക്കെ എല്ലാം തനിക്ക് അർഹപ്പെട്ട ആള് നിങ്ങൾ ഇട്ടിക്കറ സ്വന്തം ഇട്ടിക്കർ. പിന്നെ സഫിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹാൻഡ് ഓവർ ആക്കി. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്ക് കേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഓപ്ഷന് സഫിയ റളിയല്ലാഹു അൻഹ കൊടുക്കും. ഒന്നാ നിനക്ക് ഇസ്ലാം സ്വീകരിക്കാം, ഇല്ലാണ്ടായെങ്കിൽ ഞാൻ എന്റെ വിട്ടുവിടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സ്വഭാവ ഒരു അടിമരെ പിടിച്ചു വയ്ക്കരുത് നബികേന്ദ്രല്ല ഇഷ്ടമില്ലാന്ന്. അപ്പൊ അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഓപ്ഷൻ കൊടുത്തു. ഒന്നാ നിനക്ക് ഇസ്ലാം സ്വീകരിക്കുക, ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ നണ്ടൊട്ടിക നിൽക്കുക, ഞാൻ എന്റെ മങ്കിലാവും. രണ്ടാമത്തേത് നിക്ക് ഇസ്ലാം സ്വീകരിക്കാണ്ട് നിക്ക് നിന്റെ ആളുകൾ നീ ഇസ്ലാം സ്വീകരിക്കില്ലാണ്ടായി നിന്റെ ആളുകൾ ഞാൻ എന്റെ വിട്ടുവിടേ. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ ചൊല്ലു യാ റസൂലല്ലാഹ് ബിൽക്കിരമി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ മനസ്സിൽ എന്താക്കിയ സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ വിഷയം അംഗീകരിച്ച്. അപ്പൊ യാ റസൂലല്ലാഹ് ചൊന്ന് വിളിച്ചിട്ട് ചൊല്ലേ ನಾನು ಮನಸ್ಸಲ್ಲೇ ನಕ್ಕೆ ಇಸ್ಲಾಂ ಎಂದಾಗಿರಿ
ಸ್ವಾಧೀನ ഇസ്ലാം നേരായതുണ്ട് నాకు പിടിയായിരുന്നു മാത്ര ഇത്രത്തോളം ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാണ്ട് മാത്ര ഞാൻ ഇസ്ലാം സ്വീകരിക്കുക ഒരു അടിയില്ല ഞാൻ ഇസ്ലാം ആക്സെപ്റ്റ് ആക്കി അങ്ങനെ എത്തിക്കുക അവിടെ വെച്ചിട്ട് സഫിയ റളിയല്ലാഹുന മുസ്ലിമാവും അങ്ങനെ മുസ്ലിം ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് യഥാർത്ഥ സഫിയ റളിയല്ലാഹുവിന്റെ യഥാർത്ഥ പേര് എന്ത് സൈനബ് ഉണ്ട് എത്തിക്ക് സൈനബ് ബിൻ തുഹൈ സഫിയ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്ക് പേര് ചേഞ്ച് ആക്കി നബി എന്താക്കി സഫിയ ಅಂತ പേര് സഫിയ ചൊന്നെങ്കിൽ ಅದರ ಅರ್ಥ ಎಂದರೆ ಸೆಲೆಕ್ಟ್ ಆಕപ്പെട്ടവಳು അപ്പൊ നബി ആ സഫിയ ചൊന്തു ഒരു സെലക്ട് ആക്കപ്പെട്ട ഒരു പെണ്ണ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു പേര് വെച്ചു അങ്ങനെ ഖൈബർ യുദ്ധ ആ ഒരു രീതിയിലേക്ക് ಎಂಡವ್ರೆ പിന്നെ ಇನ್ಶಾ ಅಲ್ಲಾ ಆ ಖೈಬರ್ಲ್ ರಿಟರ್ನ್ ಬರಬೇಕು ಸಂಭವ ಎಲ್ಲ നടക്കರು ആ സംഭവം എന്തിനെ ചൊല്ലതു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു